യുദ്ധം എന്താണ് നമുക്ക് സമ്മാനിക്കുന്നത്? ദുഃഖങ്ങളും വേദനകളും നഷ്ടങ്ങളും മാത്രമാണ് യുദ്ധം സമ്മാനിക്കുന്നത്. ഏത് രാജ്യത്തോട് യുദ്ധം ചെയ്താലും ജയം സംഭവിച്ചാലും പരാജയം സംഭവിച്ചാലും ഇരു രാജ്യങ്ങൾക്കും നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ആ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുകയും അവർ തെരുവിലിറങ്ങുകയാണ് സാധാരണ കണ്ടുവരുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒന്നും രണ്ടും തൊടുത്തുവിട്ട് തുടങ്ങിയത് ഏകദേശം ഒരു യുദ്ധത്തിൻ്റെ അടുത്ത് വരെ എത്തി. പിന്നീട് വീണ്ടും വിചാരം പാകിസ്ഥാന് വന്നപ്പോൾ ഇരുകൂട്ടരും കൂടിയാലോചിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പിന്മാറി അതിർത്തിയിൽ നിന്നും. എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. എല്ലാം നല്ല തീരുമാനങ്ങളാണ്. പക്ഷേ ഈ ചെറിയ ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് പേരുടെ ജീവനും സ്വത്തുക്കളും നഷ്ടപ്പെട്ടു. പല സ്ഥലത്തു നിന്നും ജനങ്ങൾ പലായനം ചെയ്യപ്പെടുന്നു, ഓടി രക്ഷപ്പെടുന്നു, സ്വന്തം ജീവൻ കയ്യിലെടുത്തുകൊണ്ട്. മറ്റൊന്നും വേണ്ട ഞങ്ങൾക്കെന്ന് പറഞ്ഞ്. ഇവിടെയാണ് ഞങ്ങൾക്കൊരഭയമെന്നാണ് അവരുടെ കണ്ണുകളിൽ കണ്ടത്. ഒരു ജീവിതകാലങ്ങൾ കൊണ്ട് സ്വരുക്കൂട്ടിയ വീടും സമ്പാദ്യങ്ങളും അമൂല്യനിധിയെന്ന് കരുതി വളർത്തിയ കുഞ്ഞുങ്ങളെയും ബന്ധുക്കളെയും ജീവജാലങ്ങളെയും എല്ലാം നഷ്ടമായി. ഇനി പഴയതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ ബാക്കി വന്ന ആയുസ് കൊണ്ട് നടക്കാനും സാധ്യത കുറവാണ്. നാം എവിടെയൊക്കെയോ ഇരുന്ന് TV തുറന്നു വെച്ച് ആവേശത്തോടെ ഇരുന്ന് ഈ വാർത്തകൾ കാണുമ്പോഴും കണ്ണുകളിൽ വേദനയും ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയവും കൊണ്ട് ഓടി മറയുന്ന മനുഷ്യരെ കാണുമ്പോഴും കണ്ണുനീർത്ത് വരാത്ത നിസ്സഹായരായ മനുഷ്യരുടെ മുഖങ്ങൾ കാണുമ്പോഴും ഇടനെഞ്ച് പൊട്ടുന്ന പോലെ തോന്നിപ്പോകുന്നു. നമുക്ക് എന്തു ചെയ്യുവാനാകും? ഇതിനിടയിൽ ജീവൻ കളഞ്ഞും നമ്മുടെ ജീവനും സ്വത്തിനും രാപകൽ വ്യത്യാസമില്ലാതെ ഊണില്ലാതെ ഉറക്കമില്ലാതെ കാവൽ നിൽക്കുന്ന സൈനികരെ നാം ഉറക്കത്തിൽ പോലും മറക്കരുത്. അവരുടെ കുടുംബക്കാരുടെ അവസ്ഥ നാം ഒന്ന് വിചാരിച്ചു നോക്കൂ. വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം തികയാത്തവരും വൃദ്ധരായ മാതാപിതാക്കളെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വേർപിരിഞ്ഞ് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നവരും. പക്ഷേ ഇത്തരം സാഹചര്യത്തിൽ അത് സാധിക്കാതെ വീരമൃത്യു എന്ന ഓമന പേരിട്ട് വിളിച്ച് നമ്മൾ സൗകര്യപൂർവ്വം അതങ്ങ് മറക്കുന്നു. പിന്നീട് ആർക്കുപോയി? ആ മാതാപിതാക്കൾക്കും കുടുംബത്തിനും പോയി. അച്ഛനെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങളും ജീവിച്ച് കൊതി തീരാത്ത ഭാര്യയും മകനെ കണ്ണിറച്ച് കണ്ട് മതി വരാത്ത മാതാപിതാക്കളും ഒറ്റപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്താണ് യുദ്ധം നമുക്ക് സമ്മാനിക്കുന്നത്? നഷ്ടങ്ങൾ മാത്രം. നമ്മുടെ രാജ്യത്ത് തന്നെ രാഷ്ട്രീയ ആഭ്യന്തര കലഹം എന്ന പേരിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതിരിൻ്റെയും പേരിൽ നടക്കുന്ന കോലാഹലങ്ങൾ തന്നെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലാകുമ്പോൾ അതിർത്തിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഉണ്ടാകുന്നത്. എന്തായാലും അവസാനം നഷ്ടം സാധാരണക്കാരന് മാത്രമാണ്. യുദ്ധം നമുക്കെന്തു സമ്മാനിക്കുന്നു? തത്വത്തിൽ നമ്മൾ ചിന്തിച്ചിടണം. യുദ്ധം നമുക്കെന്തു സമ്മാനിക്കുന്നു? ദുഃഖങ്ങൾ, വേദനകൾ, വേർപാടിൻ മൗന നൊമ്പരങ്ങൾ, നഷ്ടങ്ങൾ, തീരാ ദുരിതങ്ങൾ മാത്രം. അനാഥത്വം പേറുന്ന കുടുംബങ്ങൾ, അതിഥികളായെത്തുന്ന രോഗങ്ങൾ, കൺകണ്ടതെല്ലാം ചാമ്പലായി കൺമുൻപിൽ തീരുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുവാനല്ലാതെന്തു ചെയ്യുവാൻ ബാക്കിയായവർ? എല്ലാം കഴിഞ്ഞെന്നു വരുത്തി പൊടി തട്ടിപ്പോകുന്നവർ അറിയുന്നുണ്ടോ? 100-2000 അരിക്കാശു കിട്ടിയാൽ തീരുന്നതല്ലീ നഷ്ടങ്ങളെന്ന്. സേനയിൽ ചേരുവാൻ കൊതിയോടെ പോയവൻ ഒരു തുണ്ടു പട്ടിൽ പൊതിഞ്ഞു പൊലിഞ്ഞടങ്ങുന്നു. ആകാശത്തേക്ക് 5-6 വെടിവെച്ചിട്ടോ ദേശീയ പതാക പുതപ്പിച്ചിട്ടോ നഷ്ടങ്ങൾ മറയ്ക്കാനാവില്ല. ഉറ്റവർക്കതൊന്നും ജീവനിൽ മറക്കാനാവില്ല താനും. കൈത്തണ്ടയിൽ കിടന്നു വളർന്നവൻ ചേതനയറ്റു കൺമുൻപിൽ കാണുമ്പോൾ വീരമൃത്യു എന്നോമന പേരിട്ടു വിളിച്ചാലും സൗകര്യപൂർവ്വം പിന്നതങ്ങു മറക്കുന്നു നമ്മൾ. ചാട്ടുളി പോലേൽക്കുന്ന മനസ്സിൻ്റെ വേദന മരണം വരെയും മറക്കാനാവില്ലുറ്റവർക്ക്. വർണ്ണമാല്യം ചാർത്തിയവൻ കൺമുൻപിൽ പൊലിഞ്ഞു തീരുമ്പോൾ
ജീവച്ഛവമായി തീരുന്നു ജീവിതകാലത്തോളം. ഓർമ്മ വയ്ക്കും മുൻപു തൻ പിതാവിൻ്റെ നഷ്ടം, ആ കുരുന്നിനെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഭിത്തിയിൽ തൂങ്ങും നിശ്ചല ഛായാചിത്രം മാത്രം ബാക്കി. യുദ്ധം നൽകുന്ന ഗുണപാഠങ്ങളിൽ ചിലതു മാത്രം, ഇവ ഇനിയും തീരുന്നില്ല. എണ്ണിയാലൊടുങ്ങാത്ത തീരാ നഷ്ടങ്ങൾ മാത്രം. വിശന്നു വലഞ്ഞിട്ടും ഉറക്കം നഷ്ടപ്പെടുത്തിയും വിയർത്തു കുളിച്ച് സ്വന്തം ജീവൻ നമുക്ക് ശാന്തമായി ജീവിക്കുവാൻ വേണ്ടി സമ്മാനിക്കുന്ന സേനാനായകന്മാരെ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. ശരിക്കും നിങ്ങളാണു നക്ഷത്രങ്ങൾ, എന്നും ജ്വലിക്കും അനശ്വര നക്ഷത്രങ്ങൾ നിങ്ങൾ.